Few moments in the presence of God, hearing directly from the word of God. ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ഇനി അല്പ നിമിഷങ്ങൾ നാം ദൈവമുമ്പാകെ ഇരിക്കുകയാണ്. It is more than 20 centuries that this man Jesus Christ died on the cross of Calvary. 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാൽവറിയിലെ ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. Ever since, people have been preaching him. അന്നു മുതൽ ഈ ക്രിസ്തുവിനെ കുറിച്ച് ആളുകൾ പ്രസംഗിക്കുന്നു. The more he is preached, the more doubts are being raised in the hearts and minds of the people. എത്രയും അവനെ കുറിച്ച് പ്രസംഗിക്കുന്നുവോ അത്രമാത്രം അവൻ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. There are so many people who have different questions about the Lord Jesus Christ. യേശുക്രിസ്തുവിനെ കുറിച്ച് വിവിധമായ ചോദ്യങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. If he is God, why he had to become a man? അവൻ ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യനായിട്ട് തീർന്നു? If he is a man, how did he rise from the dead? അവൻ മനുഷ്യനാണെങ്കിൽ എങ്ങനെയാണ് മരണത്തിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റത്? If he has not done any sin, why at all he had to die? അവൻ പാപം ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു? There are umpteen number of questions that comes into the minds of the people ever since. ഇങ്ങനെയുള്ള വിവിധമായ ചോദ്യങ്ങൾ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഉരുത്തിരിയാറുണ്ട്. But when we see the Bible, the word of God, നാം ദൈവവചനമാകുന്ന ബൈബിളിലേക്ക് തിരിയുമ്പോൾ the word of God gives the answer to all the questions of man. മനുഷ്യന്റെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം വേദപുസ്തകം നൽകുന്നുണ്ട്. And the Bible says all what happened in Christ was ultimately the will of God. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ സമ്പൂർണ്ണമായ ഹിതപ്രകാരമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. Christ Jesus came and died on the cross. It was the eternal plan of God. യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചത് ദൈവത്തിന്റെ നിത്യമായ പദ്ധതി പ്രകാരമായിരുന്നു. Though we say it is only 20 centuries ago that he came and died on the cross. 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അവൻ കാൽവറിയിലെ ക്രൂശിൽ മരിച്ചതെങ്കിലും The Bible obviously says that it was in the eternal plan of God. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിന്റെ നിത്യമായ പദ്ധതി പ്രകാരമാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. This was the thought of God as early as God himself was there. ദൈവം മാത്രമുണ്ടായിരുന്ന സന്ദർഭത്തിൽ അവന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ കാര്യമാണിത്. And God in his time manifested what was on his heart. ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായ ആശയം കാലസമ്പൂർണ്ണതയെ വെളിപ്പെടുവാനിടയായി തീർന്നു. The concept of the death of Jesus Christ on the cross, കാൽവറിയിലെ ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ മരണം, it did not just start 20 centuries ago. ഇത് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഒന്നല്ല. But the Bible says from the foundation of the world he was slain. ലോകസ്ഥാപനത്തിനു മുമ്പ് അവൻ ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. That was there already in the eternal plan of God. ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിൽ അതുണ്ടായിരുന്നു. It was also prophesied by many men of God all through the scriptures. ദൈവവചനത്തിലുടനീളം അനേക പ്രവാചകന്മാർ അതിനെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. Several prophets have brought out this message even before the Lord Jesus was born as a babe on the face of the earth. ഈ ലോകത്തിന്റെ മണ്ണിൽ യേശുക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചക വര്യന്മാർ ഈ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരുന്നു. The first book of the Holy Bible, the book of Genesis, വേദപുസ്തകത്തിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ we see God the Creator himself prophesied or made the first prophecy about the Lord Jesus Christ. സൃഷ്ടിതാവായ ദൈവം തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പ്രവചനം നടത്തിയത് നാം വായിക്കുന്നുണ്ട്. The seed of the woman shall crush your head. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. From then onwards we see several prophets have prophesied about him. അന്നു മുതൽ അനേക പ്രവചനങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചതായിട്ട് നാം വായിക്കുന്നു. Where he is going to be born was prophesied. യേശുക്രിസ്തു എവിടെയാണ് ജനിക്കാൻ പോകുന്നതെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. The clan, the tribe in which he was going to be born was prophesied. ഏത് കാലഘട്ടത്തിൽ ഏത് സമയത്ത് താൻ ജനിക്കുമെന്നുള്ളത് പ്രവചിച്ചിട്ടുണ്ട്. How is he going to die was prophesied. എങ്ങനെയാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് പ്രവചിച്ചിട്ടുണ്ട്. What is going to happen through his life was prophesied. തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. Ultimately, when the time of God came, all these were accomplished exactly in the plan of God. അങ്ങനെ ദൈവത്തിന്റെ നാഴികയായപ്പോൾ എന്തെല്ലാം പ്രവചിച്ചുവോ അതെല്ലാം സമ്പൂർണ്ണമായി നിവർത്തിക്കപ്പെടുകയുണ്ടായി. And in the fulfillment of time, he appeared to mankind. ആ കാല സമ്പൂർണ്ണതയിൽ ദൈവം മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നു. That was the perfect plan of God. അത് ദൈവത്തിന്റെ സമ്പൂർണ്ണമായ പദ്ധതി പ്രകാരമായിരുന്നു. If it was the eternal plan of God, അത് ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയാണെങ്കിൽ, if this plan was there from the foundation of the world, അത് ലോക സ്ഥാപനത്തിനു മുമ്പേ ആ പദ്ധതി ഉണ്ടായിരുന്നു. why was it hidden? Why was it revealed only 20 centuries ago? എന്തുകൊണ്ടാണ് അത് ഈ 20-ആം നൂറ്റാണ്ടിൽ മാത്രം വെളിപ്പെടുവാൻ
സംഭവിക്കുവാനിടയായി തീർന്നത്. That was the perfect time in the plan of God. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ കൃത്യമായ നാഴികയായിരുന്നു. God is the originator of time. ദൈവം സമയത്തിന് അതീതനാണ്. He created the time. ദൈവമാണ് സമയത്തെ സൃഷ്ടിച്ചത്. He created the sun. സൂര്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്. He created all the planets. ഈ സകല സൃഷ്ടിജാലങ്ങളെയും അവന്റെ സൃഷ്ടിയാണ്. He created the earth. ഈ ഭൂമിയെയും അവൻ സൃഷ്ടിച്ചതാണ്. He ordained that it should go around the sun. അത് സൂര്യന് ചുറ്റും കറങ്ങുവാൻ ദൈവമാണ് ക്രമീകരിച്ചത്. The whole concept of time is based on the creation of God. എല്ലാ സൃഷ്ടിയും ദൈവത്തിന്റെ ആശയപ്രകാരമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. And when the perfect time in God's plan came, ദൈവത്തിന്റെ കൃത്യമായ നാഴിക വന്നപ്പോൾ, behold, the Son of Man appeared on the face of the earth. ഇതാ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വെളിപ്പെട്ടു. It all went according to the plan of God. ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം സംഭവിച്ചതാണ്. It all went according to the prophecies that God made through His servant. ദൈവം തന്റെ ദാസന്മാരിലൂടെ പ്രവചിച്ച പ്രവചനത്തിന് നിവൃത്തിയായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. It was manifested to mankind in the appropriate time. ദൈവത്തിന്റെ പ്രത്യേകമായ സമയമായപ്പോൾ അത് മനുഷ്യവർഗത്തിന് വെളിപ്പെട്ട് കിട്ടി. And then we see this child, Jesus Christ, born in Bethlehem. അങ്ങനെ ദൈവം മനുഷ്യനായിട്ടൊരു ശിശുവായി ബേത്ലഹേമിൽ ജനിക്കുവാനിടയായി. Almost 33 years he lived on the face of the earth. 33.5 വയസ്സ് വരെ അവൻ ഈ ലോകത്തിൽ ജീവിച്ചു. 33 years is a very short span compared to many people's lives. മനുഷ്യരോട് തുലനം ചെയ്താൽ തന്റെ ജീവിതം വളരെ ചെറിയ ഒരു ജീവിതമായിരുന്നു. But what he accomplished in these 33 years of life എന്നാൽ ഈ 33.5 വയസ്സും കൊണ്ട് താൻ എന്താണ് പൂർത്തീകരിച്ചത്? was much beyond that anyone else could accomplish. ഒരു മനുഷ്യന് അവന് നേടുവാൻ കഴിയാവുന്നതിൽ അപ്പുറമായ കാര്യമാണ് തന്റെ ജീവിതം കൊണ്ട് യേശുക്രിസ്തു സാധിച്ചത്. He put such a strong impression on the history. അവൻ ചരിത്രത്തിൽ അത്രമാത്രം സ്ഥാനം പിടിക്കുവാനിടയായി He തീർന്നു. took a place in the history that no one can erase his name from the history. മനുഷ്യന്റെ ചരിത്രത്തിൽ നിന്ന് മാറ്റിക്കളയുവാനാവാത്ത വിധം അവൻ ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിക്കുകയുണ്ടായി. His birth divided the whole time into two. അവൻ എല്ലായ്പ്പോഴും ദൈവം തന്നെയായിരുന്നു. He fulfilled the purpose of God through his life. തന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ നിത്യമായ പദ്ധതി താൻ വെളിപ്പെടുത്തുകയുണ്ടായി. From the birth of him തന്റെ ജീവിതത്തിലൂടെയും until the time he climbed on the cross of Calvary, കാൽവറിയിലെ ക്രൂശിലേക്ക് താൻ നടന്നു കയറുന്നതുവരെയും he was fulfilling the ultimate plan of God. ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതിയെ താൻ നിവർത്തിക്കുകയായിരുന്നു. On one occasion he said like this, ഒരു സന്ദർഭത്തിൽ താൻ ഇങ്ങനെ പറയുകയുണ്ടായി, my food is to do the will of him who sent me and to fulfill that. എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നത് തന്നെയാണ് എന്റെ ആഹാരം. My food is to complete the purpose of the one who sent me. എന്റെ ആഹാരം എന്നെ അയച്ചവന്റെ ആ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതാണ്. There was a purpose for which he came. അവൻ വന്നതിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ടായിരുന്നു. And he was engaged in fulfilling that. ആ കാര്യം നിവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. And he completed that. അത് താൻ പൂർണ്ണമായി നിവർത്തിച്ചു. When we look at him, ഞാൻ യേശുക്രിസ്തുവിനെ നോക്കിയാൽ ultimately on the cross of Calvary, ആത്യന്തികമായി കാൽവറിയിലെ ക്രൂശിൽ one strong cry he gave from the cross. തന്റെ ജീവനെ അവിടെ നൽകുകയാണ്. He cried out like this. അവൻ കാൽവറിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ നിലവിളിച്ചു, it is finished. ഇത് പൂർണ്ണമായി നിവർത്തിയായി. He finished the purpose of God. ദൈവത്തിന്റെ പദ്ധതിയെ താൻ സമ്പൂർണ്ണമായി നിവർത്തീകരിച്ചു. A great plan that God had for you and me. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. A great plan that God had for the entire human race. സകല മനുഷ്യവർഗത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യമായ പദ്ധതി. It was finished at the death of the Lord Jesus Christ on the cross of കാൽവറിയിലെ Calvary. ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ മരണം മുഖാന്തരം അത് സമ്പൂർണ്ണമായി നിവർത്തിയാക്കപ്പെട്ടു. But man refuses to accept that on many occasions. എന്നാൽ പല സന്ദർഭങ്ങളിലും അത് മനുഷ്യവർഗത്തിന് അംഗീകരിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. Bible gives the reasoning why he suffered like that. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കാനിടയായത്? One of the prophecies that is said about him, തന്നെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പ്രവചനം ഇങ്ങനെയായിരുന്നു. we read in the book of Isaiah chapter 53. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. Shall we just read a passage from this? ആ ഭാഗത്തു നിന്ന് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. Isaiah chapter 53, we will read from verse 4 through 10. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു.
കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ